Hi, welcome back to YouTube Board and welcome back to another grammar video. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ച് അത് കഴിഞ്ഞ് ഇഫ് ക്ലോസ് അത് കഴിഞ്ഞ് നമ്മൾ എഡിറ്റിംഗ് വരെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നും നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട സ്ഥിരമായ എക്സാം പേപ്പറുകളിൽ കാണാറുള്ള മറ്റൊരു അതിഥിയിലേക്കാണ്. ദാറ്റ് ഈസ് കൊഹിസീവ് ഡിവൈസ്. സോ കൊഹിസീവ് ഡിവൈസ് എന്നുള്ള വേർഡ് കേൾക്കുമ്പോൾ തന്നെ അതിന്റെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് മറ്റൊരു വേർഡ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം, കൊഹിഷൻ. സോ കൊഹിഷൻ എന്ന് പറഞ്ഞാൽ ഒട്ടിപ്പിടിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്റെ കയ്യിൽ ഒരു പ്ലാസ്റ്റിക് ഉണ്ട്, എന്റെ കയ്യിൽ ഒരു പ്ലൈവുഡ് ഉണ്ട്. ഇത് തമ്മിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഫെവിക്കോളോ അല്ലെങ്കിൽ ഫെവിക്വിക്കോ യൂസ് ചെയ്തിട്ട് ഇതൊരു ഒരൊറ്റ ഒബ്ജക്റ്റ് ആക്കി മാറ്റില്ലേ? അത് തന്നെയാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, കൊഹിസീവ് ഡിവൈസുകളും ചെയ്യുന്നത്. ഒരു രണ്ട് ഡിഫറെന്റ് ആയ സെന്റൻസുകൾ അതിനെ എനിക്ക് കൂട്ടിച്ചേർത്തിട്ട് ഒരൊറ്റ സെന്റൻസ് ആക്കണം, അല്ലെങ്കിൽ ഒരു ലോങ് സെന്റൻസിന്റെ, ചുരുക്കി പറഞ്ഞാൽ ഒരു ലോങ് സെന്റൻസിന്റെ രണ്ട് ഡിഫറെന്റ് പാർട്ടുകളെ കൂട്ടിച്ചേർക്കാൻ യൂസ് ചെയ്യുന്ന കൺജങ്ഷൻസ്, കണക്റ്റീവ്സ് ആൻഡ് പ്രോനൗൺസ്, അതിനെയാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ കൊഹിസീവ് ഡിവൈസുകൾ എന്ന് പറയുന്നത്. സോ ബേസിക്കലി നമ്മളിത് ഈ വേർഡ് നമ്മൾക്ക് അത്ര ഫെമിലിയർ അല്ല എന്നുണ്ടെങ്കിലും ഇത് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാറുള്ളത് വലിയ സെന്റൻസുകളിലൊക്കെ അല്ലേ. ഈ സെന്റൻസിന്റെ രണ്ട് പാർട്ടുകൾ നമ്മൾ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ആക്ച്വലി എന്താണ്, കൊഹിസീവ് ഡിവൈസുകളാണ്. സോ നമ്മളോട് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളത് ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിന്റെ ഫോമിലായിരിക്കും. സോ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ എന്ത് ടൈപ്പ് ഓഫ് കൊഹിസീവ് ഡിവൈസുകളാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അവിടെ കൊടുത്തിരിക്കുന്ന സെന്റൻസ് എന്താണ് അർത്ഥമാക്കുന്നത്, അതിന്റെ മീനിങ് എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ആ ഒരു ബേസിസിലല്ലേ ഞാൻ ഇതിനെ 7 ടൈപ്പ് ആക്കിയിട്ടുണ്ട്. 7 ടൈപ്പ് കൊഹിസീവ് ഡിവൈസുകളാണ് നമ്മൾ 99.9999 കേസുകളിലും നമ്മളോട് ചോദിക്കാറുള്ളത്. ഒന്നാമത്തെ ടൈപ്പ് നോക്കിക്കോ, ദാറ്റ് ഈസ് റീസൺ. ഒരു രണ്ട് സെന്റൻസ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു വലിയ സെന്റൻസിൽ നമുക്കൊരു എ പാർട്ടും കാണാൻ പറ്റും, ഒരു ബി പാർട്ടും കാണാൻ പറ്റും. സോ എ പാർട്ട് നടക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ബി ആണ്. ഓക്കെ, അങ്ങനെ ഒരു കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കൊഹിസീവ് ഡിവൈസുകളാണ് ബിക്കോസ് ഓഫ്, ഡ്യൂ ടു, സിൻസ്, ആസ് എന്നൊക്കെ പറയുന്നത്. ഇത് ചിലപ്പോൾ ഇങ്ങനെ തിയറിറ്റിക്കൽ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. ഒരു എക്സാമ്പിൾ പിടിച്ചോ. ഹി വാസ് വെരി സ്ട്രോങ് സിൻസ് he used to take care of his health very well. ഇവിടെ പറയുന്നത് അവൻ സ്ട്രോങ് ആണ്, അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ എ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, ഇതാണ് നമ്മുടെ ബി സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. എ നടക്കാനുള്ള കാരണം എന്ന് പറയുന്നത് എന്താ, ബി ആണ്. ഇതിനു വേണ്ടി നമുക്ക് സിൻസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബിക്കോസ് എന്ന് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡ്യൂ ടു എന്ന് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ആസ് യൂസ് ചെയ്യാം. ഇവിടെ ആസ് വരുമ്പോൾ നിങ്ങൾക്ക് സെന്റൻസിൽ ഒരു തരത്തിലുള്ള മാറ്റം വരുത്തണ്ട. ഹി വാസ് വെരി സ്ട്രോങ് as he used to take care of his health very well. അവൻ അവന്റെ ഹെൽത്ത് നല്ലപോലെ, അവൻ അവന്റെ ആരോഗ്യം നല്ലപോലെ പരിപാലിക്കുന്നത് കൊണ്ട് അവൻ സ്ട്രോങ് ആണെന്നാണ് അതിന്റെ അർത്ഥം. ഇവിടെ ബിക്കോസ് ഓഫ് എന്ന് യൂസ് ചെയ്യേണ്ട, ഇവിടെ നമുക്ക് ബിക്കോസ് എന്നുള്ളത് യൂസ് ചെയ്യാം, ഇന്ന കാരണം കൊണ്ട്. സോ ഇങ്ങനെ ഒരു കേസിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ബിക്കോസ് ഓഫ്, ഡ്യൂ ടു, സിൻസ്, ആസ് എന്നുള്ള കണക്റ്റീവ്സ് അല്ലെങ്കിൽ കൊഹിസീവ് ഡിവൈസുകൾ യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ടൈപ്പ് നോക്കിയോ. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, അതിന്റെ ഔട്ട്കം ആയിട്ട് ബി നടക്കുന്നു. ഇങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കൊഹിസീവ് ഡിവൈസ് ആണ് സോ, ആസ് എ റിസൾട്ട്, ദെർഫോർ. എ നടന്നു, എ എന്ന് പറയുന്ന ഒരു സംഭവം നടന്നു, അതിന്റെ ഔട്ട്കം ആയിട്ട് ബി എന്ന് പറയുന്ന ഒരു വേറൊരു കാര്യം കൂടെ നടന്നു. ഇങ്ങനെയുള്ള കേസുകളിലാണ്, ഒന്നിന്റെ റിസൾട്ട് ആയിട്ട് മറ്റൊന്ന് സംഭവിക്കുന്ന കേസുകളിലാണ് നമ്മൾ സോ, ആസ് എ റിസൾട്ട്, ദെർഫോർ എന്ന് യൂസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പിടിച്ചോ. ഷി ഫൊഗോട്ട് ഹെർ അംബ്രല്ല and therefore got wet in the rain. ഇവിടെ ആദ്യത്തെ സെന്റൻസ് എന്ന് പറയുന്നത് ഇതാണ്, ഷീ ഫൊഗോട്ട് ഹെർ അംബ്രല്ല, അവൾ അവളുടെ കുട മറന്നുപോയി. ഇതാണ് നമ്മുടെ കേസ് എ. ഇത് കാരണം എന്ത് നടന്നു, ഷീ ഗോട്ട് വെറ്റ് ഇൻ ദ റെയിൻ, അവൾ മഴ നനഞ്ഞു. അതിനു വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന കൊഹിസീവ് ഡിവൈസ് ആണ് ഇവിടെ therefore. അതിന്റെ പകരം നമുക്ക് ആസ് എ റിസൾട്ട് എന്ന് പറയാം, അല്ലെങ്കിൽ സോ എന്ന് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇത് സിറ്റുവേഷൻ അനുസരിച്ച് എടുത്ത് പ്രയോഗിക്കാനുള്ള ഒരു കോമൺ സെൻസ് ആണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. അത് പ്രാക്ടീസിലൂടെയാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ ഇത് ഏത് കാറ്റഗറിയിൽ ഉള്ളതാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഈ ഒരു ടൈപ്പുകൾ മനസ്സിലാക്കി മതി. മൂന്നാമത്തെ ടൈപ്പ് പിടിച്ചോ, പർപ്പസ്. നമുക്ക് എന്ത് കാരണത്തിനാണ് എന്നുള്ളത് സ്റ്റേറ്റ് ചെയ്യുന്നതാണ് പർപ്പസിൽ. ഇതിനു വേണ്ടി നമുക്ക് ഇൻ ഓർഡർ ടു യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സോ ദാറ്റ് യൂസ് ചെയ്യാം. ഒരു എക്സാമ്പിൾ പിടിച്ചോ. ഐ വർക്ക്ഡ് ഹാർഡ് എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ. ഇൻ ഓർഡർ ടു ക്രാക്ക് ദി എക്സാം. ഇത് രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ രണ്ട് സെന്റൻസുകളാണ്. ഞാൻ നല്ലപോലെ പണിയെടുത്തു, എന്താണ് അവിടുത്തെ പർപ്പസ് എന്ന് പറയുന്നത്, പർപ്പസ് ബി ആണ്, എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന കൊഹിസീവ് ഡിവൈസ് ആണ് ആക്ച്വലി എന്ത്, ഇൻ ഓർഡർ ടു എന്നുള്ളത്.
ഓക്കെ, സോ മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് പർപ്പസ് ചോദിക്കുന്ന സമയത്താണ്. നാലാമത്തെ ടൈപ്പ് പിടിച്ചോ. നാലാമത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, കോൺട്രാസ്റ്റ് കാണിക്കാൻ. എ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്, എ എന്ന് പറയുന്ന ഒരു സിനാരിയോ ഉണ്ട്, അതിന് ഡിഫറെന്റ് ആയ ഒരു അവസ്ഥയാണ് ബിയിലുള്ളത്. അതായത് ഡിഫറെന്റ് ആണ്, കോൺട്രാസ്റ്റ് ആണ്. ഒരു എക്സാമ്പിൾ നോക്കിക്കോ. ഹി ലവ്സ് പ്ലേയിങ് സോക്കർ, അവന് ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടമാണ്. സാധാരണ ഫുട്ബോൾ കളിക്കുന്നവർ എന്താ, അവർക്കത് കാണാനും ഇഷ്ടമാണല്ലോ, അവർക്കത് അത് ടി വിയിൽ കാണാനും ഇഷ്ടമാണ്. പക്ഷെ ഇവിടെ ഒരു കോൺട്രാസ്റ്റ് പറയാണ്, ഹൗ എവർ ഹി ഡസൻ എൻജോയ് വാച്ചിങ് ഇറ്റ് ഓൺ ടി വി. പക്ഷെ അവന് എന്ത് ഇഷ്ടമല്ല, അത് ടി വിയിൽ കാണാൻ ഭയങ്കര ഇഷ്ടമല്ല. സോ ഇവിടെ കോൺട്രാസ്റ്റ് കാണിക്കാൻ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന കോഹീസീവ് ഡിവൈസ് ആണ് ഹൗ എവർ. ഹൗ എവറിന് പകരം നമുക്ക് ഈവൻ തോ യൂസ് ചെയ്യാം, ബട്ട് യൂസ് ചെയ്യാം, യെറ്റ്, ഓൾത്തോ, സ്റ്റിൽ, നെവർതലെസ്. ഇത്രയും വാക്കുകൾ നമുക്ക് എന്തിന് യൂസ് ചെയ്യാം, കോൺട്രാസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഹി ലവ്സ് പ്ലേയിങ് സോക്കർ ഈവൻ തോ എന്ന് വേണം പറയാം, എന്നിരുന്നാലും എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. അല്ലെങ്കിൽ ബട്ട് എന്ന് യൂസ് ചെയ്യാം, പക്ഷേ അവനത് ടി വിയിൽ കാണാൻ ഇഷ്ടമില്ല എന്ന് പറയാം. ഓൾത്തോ എന്ന് യൂസ് ചെയ്യാം, നെവർതലെസ് യൂസ് ചെയ്യാം. നെവർതലെസ് യൂസ് ചെയ്യുന്ന സമയത്ത് നെവർതലെസ് ആയിരിക്കണം ആദ്യം വരുന്നത്. നെവർതലെസ് ഹി ലവ്സ് പ്ലേയിങ് സോക്കർ, ഹി ഡസൻ എൻജോയ് വാച്ചിങ് ഇറ്റ് ഓൺ ടി വി എന്നുള്ളതായിട്ട് മാറും. അഞ്ചാമത്തത് ഏകദേശം കോൺട്രാസ്റ്റിന്റെ അതുപോലെ തന്നെയാണ്, കോൺട്രഡിക്റ്റിംഗ് എന്നാണ്. വൈരുദ്ധ്യം അല്ലെങ്കിൽ വിരോധാഭാസം എന്നൊക്കെ പറയില്ലേ, വൈരുദ്ധ്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ്, പതിവിന് വിപരീതമായിട്ട് എന്നുള്ളതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കോൺട്രഡിക്റ്റിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിന് ഓൺ ദ കോൺട്രറി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഈവൻ സോ യൂസ് ചെയ്യാം. കാണിച്ചു തരാം ഒരു എക്സാമ്പിൾ. ഷീ എക്സ്പെക്ടഡ് ദ മൂവി ടു ബി ബോറിംഗ് ബട്ട് ഓൺ ദ കോൺട്രറി ഇറ്റ് വാസ് ക്വൈറ്റ് എന്റർടൈനിങ്. അതായത് എ ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഔട്ട്കം, പക്ഷെ അതിന് വിപരീതമായ ഒരു കാര്യമാണ് നടന്നത് എവിടെ, ബിയിൽ നടന്നത്. സോ ഇങ്ങനത്തെ രണ്ട് കാര്യങ്ങൾ നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഓൺ ദ കോൺട്രിയും അതുപോലെ തന്നെ ഈവൻ സോയും. ഷീ എക്സ്പെക്ട് ദ മൂവി ടു ബി ബോറിംഗ് ബട്ട് ഓൺ ദ കോൺട്രി, ഇതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത്, പക്ഷെ സംഭവിച്ചത് ഇറ്റ് വാസ് ക്വൈറ്റ് എന്റർടൈനിങ്. ഇങ്ങനത്തെ കേസുകളിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഈ രണ്ട് വാക്കുകൾ. ആറാമത്തത് മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ആഡ് എന്ന് പറയുന്നത്. സ്ഥിരമായിട്ട് ഈ ഒരു കാറ്റഗറിയിൽ നിന്നാണ് നമ്മളോട് ചോദിക്കാറുള്ളത്. നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, എ എന്ന് പറഞ്ഞ കാര്യം നമ്മൾ പറഞ്ഞു, അതിന്റെ കൂട്ടത്തിൽ തന്നെ അതിനോട് അഡീഷണൽ ആയിട്ട് അതിന് ബന്ധിപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യം കൂടെ നമുക്ക് പറയാനുണ്ടെങ്കിൽ ലെറ്റ്സ് സേ അത് ബി ആണ്. ഇത് തമ്മിൽ കൂട്ടി പറയാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, മോർ ഓവർ, ആൻഡ്, ഇൻ അഡീഷൻ, അല്ലെങ്കിൽ ഓൾസോ, ഫർദർ മോർ, ടു, ചില കേസുകളിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ അഡീഷൻ പറയാൻ വേണ്ടിയിട്ടാണ്, ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം വാക്കുകൾ യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ പിടിച്ചോ. ദ വെദർ വാസ് സണ്ണി, ഇതാണ് നമ്മുടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒന്നാമത്തെ സെന്റൻസ് എന്ന് പറയുന്നത്. അതിന്റെ കൂടെ മോർ ഓവർ ഇറ്റ് വാസ് പ്ലസന്റ്ലി വാം ഔട്ട്സൈഡ്. ഇവിടെ മോർ ഓവർ യൂസ് ചെയ്തിരിക്കുന്നത് അതിന്റെ കൂട്ടത്തിൽ പറയാനാണ്. ഇതാണ് എ എന്നുണ്ടെങ്കിൽ അതിനോട് ചേർത്ത് പറയാനാണ് നമ്മൾ മോർ ഓവർ യൂസ് ചെയ്തിട്ട്. മോർ ഓവർ പോലെ യൂസ് ചെയ്യാൻ പറ്റിയതാണ് ആൻഡ് യൂസ് ചെയ്യാം, ഇൻ അഡീഷൻ ടു യൂസ് ചെയ്യാം. ഇൻ അഡീഷൻ കുറച്ചുകൂടെ ഫോർമൽ ആണ്. ഓൾസോ യൂസ് ചെയ്യാം. ടു യൂസ് ചെയ്യുന്ന സമയത്ത് അത് സെന്റൻസിന്റെ അവസാനമായിട്ട് വരണം. ഫർദർ മോർ ഇവിടെ കറക്റ്റ് ആയിരിക്കും. ഇത്തരം വാക്കുകൾ നമുക്ക് എവിടെ യൂസ് ചെയ്യാൻ പറ്റും, ഒരു സെന്റൻസിന്റെ കൂടെ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് കൂടെ ചേർത്ത് പറയാൻ നമുക്ക് യൂസ് ചെയ്യാം. ഏഴാമത്തതും അവസാനത്തതുമായിട്ടുള്ളത് നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒന്നിനെ പോലെ അല്ലെങ്കിൽ ഒന്നിനോട് എങ്ങനെ കമ്പയർ ചെയ്യാം എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിമിലർലി, ലൈക്ക്, ലൈക്ക് വൈസ്, വേർ ആസ് എന്നുള്ളതൊക്കെ കാണിക്കുന്നത്. ഷീ എൻജോയ്സ് റീഡിങ് സിമിലർലി ഹെർ ബ്രദർ ലവ്സ് ബുക്സ് ആസ് വെൽ. ഇവിടെ അവളുടെ ഒരു ഇഷ്ടത്തിനോട്, അവള് ബുക്സ് വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, അതുമായിട്ട് സിമിലർലി ആക്ച്വലി അതിനോട് കമ്പയർ ചെയ്തിട്ടാണ് അവളുടെ ബ്രദറും അത് ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വേറാസ് എന്ന് കൊടുക്കാം. വേറാസ് അവളുടെ ബ്രദർ ലവ്സ് പ്ലേയിങ് ക്രിക്കറ്റ് എന്നാക്കാം. ഓക്കെ, ഇവിടെ ആ ഒരു കമ്പാരിസൺ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം വാക്കുകൾ യൂസ് ചെയ്യുന്നത്. സിമിലർലി, ലൈക്ക് വൈസ്, വേറാസ് എന്നുള്ള വേർഡുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഈ ഒരു 7 ടൈപ്പാണ് നമ്മളോട് ഒരു 99.99 കേസുകളിൽ നമ്മളോട് ചോദിക്കാറുള്ളത്. സോ ഈ ഒരു കാറ്റഗറീസ് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ സെന്റൻസ് വായിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്താണ് നമ്മളിവിടെ ഫില്ല് ചെയ്യേണ്ടത്, എന്തൊരു ടൈപ്പ് ഓഫ് കോഹീസീവ് ഡിവൈസ് ആണ് നമ്മളോട് ഫില്ല് ചെയ്യണം എന്നുള്ളത് ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടും. അപ്പൊ ഈ ഒരു ടൈപ്പിൽ വരുന്ന വാക്കുകൾ നമുക്ക് ആ ഒരു സിറ്റുവേഷന് മാച്ച് ആവുന്ന രീതിയിൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം. വളരെ സിമ്പിൾ ആണ്, വെറുതെ മാർക്ക് കളയരുത്. സോ ഇനി നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. നമ്മുടെ ആനുവൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ നോക്കാം. 2022 മാർച്ചിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Fill in the blanks with the most appropriate cohesive device from the ones given in the brackets.
നോക്കിക്കോ, ശ്രദ്ധിച്ച് നോക്കിക്കോ. സോ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് ഇതിന്റെ ഒരു മീനിങ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അൺഫോർച്ചുനേറ്റ്ലി സ്റ്റീഫൻ വാസ് ഇൽ അറ്റ് ദ ടൈം ഓഫ് ദ സ്കോളർഷിപ്പ് എക്സാമിനേഷൻ ഫോർ വെസ്റ്റ്മിൻസ്റ്റർ ഡാഷ് he attended the local Saint Albans school. So സ്റ്റീഫൻ ഹോക്കിങ്ങിന് അസുഖമായത് കാരണം പുള്ളിക്കാരന് ഈ വെസ്റ്റ്മിനിസ്റ്ററിന്റെ സ്കോളർഷിപ്പ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. സോ അതിന്റെ റിസൾട്ട് കാരണമാണ് ഈ പുള്ളിക്കാരൻ സെയിന്റ് ആൽബൻ സ്കൂളിൽ പഠിക്കാനുള്ള കാരണം. സോ ഇവിടെ ഒരു ഔട്ട്കം ആണ് നമ്മൾക്ക് കാണിച്ചിരുന്നത്, ഒരു റിസൾട്ട് ആണ് നമ്മളോട് കണക്ട് ചെയ്യാൻ വേണ്ടി ചോദിച്ചിരിക്കുന്നത്. സോ റിസൾട്ട് അല്ലെങ്കിൽ ഔട്ട്കം ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തായിരുന്നു? therefore എന്നുള്ളത് യൂസ് ചെയ്യാലോ. therefore എന്നുള്ളതാണ് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓൺ ദ കോൺട്രി നമ്മൾ പറയല, കാരണം ഇവിടെ വിരോധാഭാസമായിട്ടൊന്നും നടന്നിട്ടില്ല, വിരുദ്ധമായിട്ടൊന്നും നടന്നിട്ടില്ല. അതർവൈസും നമുക്ക് യൂസ് ചെയ്യേണ്ട കാര്യമില്ല, അതർവൈസ് നമ്മൾ ഇതുമായിട്ട് മാച്ച് ചെയ്യുന്നതില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ് ആർ ചീപ്പർ ആൻഡ് മോർ റിലയബിൾ ദാൻ ലാപ്ടോപ്സ്. അപ്പൊ ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു ഡാഷ് ദേ ലാസ്റ്റ് ലോങ്ങർ. ഇവിടെ ഓൾറെഡി നമ്മുടെ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സിന്റെ ഒരു ക്വാളിറ്റി ഇവിടെ എടുത്ത് പറഞ്ഞു. അതിന്റെ കൂട്ടത്തില് അതിനോടൊരു അഡീഷൻ ആണ് നടക്കുന്നത്. അതിന്റെ കൂട്ടത്തിൽ വേറൊരു ക്വാളിറ്റി കൂടെ പറയാണ് ദേ ലാസ്റ്റ് ലോങ്ങർ. സോ ഇവിടെ അഡീഷൻ ആണ് വേണ്ടത്. വേറാസ് എന്ന് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. വേറാസ് എന്നുള്ളത് കമ്പയർ ചെയ്ത് പറയാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫെർദർ മോർ എന്ന് പറയാം. ഫെർദർ മോർ അതിന്റെ കൂട്ടത്തിൽ ചേർത്ത് പറയാനാണ് നമ്മൾ ഫെർദർ മോർ എന്നുള്ള യൂസ് ചെയ്യേണ്ടത്. ആൾട്ടർനേറ്റീവില് വരില്ല. നമ്മൾ ഫെർദർ മോർ ആണ് ഈ അഡീഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അഡീഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. വേറൊരു ക്വസ്റ്റ്യൻ നോക്കിയോ. ചൂസ് എ കറക്റ്റ് ആൻസർ ഫ്രം ദോസ് ഗിവൻ ഇൻ ദ ബ്രാക്കറ്റ്സ്. നമുക്ക് കിട്ടിയിരിക്കുന്നത് ബട്ട്, മോർ ഓവർ, ഓൾസോ എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഡാഷ് ഹോക്കിംഗ് ജോയിൻഡ് യൂണിവേഴ്സിറ്റി കോളേജ് ഈസ് ഫാദേഴ്സ് കോളേജ്. ഹി വാസ് ലോൺലി ആൻഡ് ബോർഡ്. ഇവിടെ നമുക്ക് ഏകദേശം ആ ഉത്തരം ഏകദേശം നമുക്ക് ആ ഒരു കോണ്ടെക്സ്റ്റ് മനസ്സിലായി. എന്നിരുന്നാലും എന്നുള്ളൊരു സാധനമാണ് വേണ്ടത്. അച്ഛന്റെ കോളേജിൽ ജോയിൻ ചെയ്തിരുന്നാലും പുള്ളിക്കാരൻ ലോൺലി ആൻഡ് ബോർഡ് ആണെന്നാണ് പറയുന്നത്. സോ ഇവിടെ കാണിക്കേണ്ടത്, ഇവിടെ ഒരു കോൺട്രാസ്റ്റ് ആണ് കാണിക്കേണ്ടത്. എന്നിരുന്നാലും എന്നുള്ള ഒരു അർത്ഥം. ബട്ട് വരാനുള്ള സാധ്യതയില്ല. ബട്ട് നമ്മൾ സെന്റൻസിന്റെ തുടക്കത്തിൽ യൂസ് ചെയ്യാറില്ല. മോർ ഓവർ എന്നുള്ളതും യൂസ് ചെയ്യാറില്ല. മോർ ഓവർ എന്നുള്ളത് എന്താ, അഡീഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു സാധനമാണ് ഓൾസോ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഡാഷ് ഹാഫ് വേ ത്രൂ ഹിസ് സെക്കൻഡ് ഇയർ ഹി ബിഗൻ എൻജോയിങ് ഓക്സ്ഫോർഡ്. പിന്നെയും ഒരു കോൺട്രാസ്റ്റ് ആണ് കാണിക്കുന്നത്. പകുതിയൊക്കെ ആയപ്പോഴേക്കും പുള്ളിക്കാരൻ എൻജോയ് തുടങ്ങി, എന്നിരുന്നാലും പകുതിയൊക്കെ ആയപ്പോൾ പുള്ളിക്കാരൻ എൻജോയ് തുടങ്ങി എന്നുള്ള ഒരു അർത്ഥമാണ് ഇവിടെ വരുന്നത്. സോ ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇനിയൊരു കോൺട്രാസ്റ്റ് ഇനി പറയുന്നത് ബട്ട് ആണ്. ബട്ട് ഹാഫ് വേ ത്രൂ ഹിസ് സെക്കൻഡ് ഇയർ. അതായത് ഇവിടെ ഓൾസോ ആണ് നമ്മൾ ആദ്യം യൂസ് ചെയ്തത്. അതിനുശേഷം ഒന്നുകൂടെ കോൺട്രാസ്റ്റ് പറയാനാണ് നമ്മൾ ബട്ട് യൂസ് ചെയ്തത്. പക്ഷെ ആദ്യമേ ബട്ട് കൊണ്ടിട്ട് യൂസ് ചെയ്യാൻ പറ്റൂല നമുക്ക്. അത് നമുക്ക് വായിക്കുമ്പോൾ തന്നെ അതിന്റെ ഒരു നമ്മുടെ കോമൺ സെൻസ് യൂസ് ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാവും ബട്ട് അവിടെ ചേരുന്നില്ല. ബട്ട് സ്റ്റീഫൻ ഹോക്കിംഗ് ജോയിൻഡ് യൂണിവേഴ്സിറ്റി കോളേജ് ഹിസ് ഫാദേഴ്സ് കോളേജ് ഹി വാസ് ലോൺലി ആൻഡ് ബോർഡ് എന്ന് നമ്മൾ പറയാറില്ല. പക്ഷെ അതിനുശേഷം വരുന്ന കോൺട്രാസ്റ്റിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ബട്ട് യൂസ് ചെയ്യാം, എന്നിരുന്നാലും എന്നുള്ള ഒരു അർത്ഥത്തിൽ. മൂന്നാമതൊരു ക്വസ്റ്റ്യൻ പിടിച്ചോ. ഫിൽ ഇൻ ദ ഫോളോവിങ് സെന്റൻസസ് ചൂസിങ് ദ റൈറ്റ് വേർഡ് ഗിവൻ ഇൻ ദ ബോക്സ്. നമുക്ക് തന്നിരിക്കുന്നത് മോർ ഓവർ, ഹൗഎവർ, ഇൻ അഡീഷൻ ടു എന്നുള്ളതാണ്. സൈക്ലിംഗ് ഈസ് എ ഗുഡ് എക്സസൈസ് ഡാഷ് ഇറ്റ് ഹെൽപ്സ് യു ടു സേവ് മണി. ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്, എ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനോട് കൂട്ടിയിട്ട് നമുക്ക് ബി കൂടെ പറയണം. ഓക്കെ, ഇത് റിലേറ്റഡ് ആയ കാര്യമാണ്. എനോട് ബി കൂട്ടി പറയണം. അപ്പൊ അഡീഷൻ ആണ് ഇവിടെ വേണ്ടത്. അവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, മോർ ഓവർ യൂസ് ചെയ്യാം. ഇൻ അഡീഷനും യൂസ് ചെയ്യാവുന്നതാണ്, പക്ഷെ മോർ ഓവർ ആണ് കുറച്ചുകൂടെ ആപ്റ്റ് ആയിട്ടുള്ളത്. മോർ ഓവർ ഇറ്റ് ഹെൽപ്സ് യു ടു സേവ് മണി. The price of petrol has gone up considerably in the last few years. Dash the sales of cars has not seen any decrease. ഇവിടെ ആദ്യം എ പറഞ്ഞു, പക്ഷേ എക്ക് വിപരീതമായ അല്ലെങ്കിൽ എക്ക് ഡിഫറെന്റ് ആയ ഒരു കാര്യമാണ് ബി. അതായത് പെട്രോളിന്റെ പൈസ ഈ കഴിഞ്ഞ വർഷങ്ങളൊക്കെ കുതിച്ചുയരുന്നുണ്ട്, പക്ഷേ കാറുകളുടെ സെയിൽസിന്റെ കാര്യത്തിൽ കുറവൊന്നും വന്നിട്ടില്ല. അപ്പൊ എയിൽ നിന്നും വിപരീതമായ ഒരു കാര്യമാണ് ബിയിൽ നടന്നിട്ടുള്ളത്. സോ വിപരീതമായ കാര്യങ്ങൾ, കോൺട്രാസ്റ്റ് നമ്മൾ കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് എന്തായിരുന്നു, ഹൗ എവർ യൂസ് ചെയ്യാവുന്നതാണ്. ഹൗ എവർ. സോ ഇങ്ങനെയാണ് നമ്മൾ ആക്ച്വലി എന്ത് ചെയ്യുന്നത്, കൊഹീസീവ് ഡിവൈസുകളുടെ ഉത്തരം എഴുതേണ്ടത്. ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം കോണ്ടെക്സ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക. എന്ത് ടൈപ്പ് ഓഫ് കൊഹീസീവ് ഡിവൈസ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യണമെന്ന് മനസ്സിലാക്കുക. ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് നമ്മൾ തിരഞ്ഞെടുക്കുക. ഇതിന് ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. കൂടുതൽ പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ റെഫർ ചെയ്യേണ്ടത്. സോ ഇത്രയും ആണ് നമ്മൾ ഇന്നത്തെ പരിപാടിയിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്.